നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. കോതമംഗലം നിയോജക മണ്ഡലത്തിൽ LDF പ്രകടന പത്രിക പുറത്തിറക്കി. CPM ജില്ലാ സെക്രട്ടറി S. സതീഷ് പ്രകടന പത്രികയുടെ പ്രകാശനം നടത്തി. കോതമംഗലം നിയോജക മണ്ഡലത്തിൽ വൻ വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാകുമെന്ന് LDF പ്രകടന പത്രിക. തങ്കളം കാക്കനാട് 4 വരി പാതയുടെ നിർമ്മാണം പൂർത്തീകരിക്കും. പട്ടയ നടപടികൾ വേഗത്തിലാക്കിക്കൊണ്ട് കൂടുതൽ കുടുംബങ്ങളെ ഭൂമിക്ക് ഉടമകളാക്കി മാറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. ആലുവ മൂന്നാർ 4 വരി പാത റോഡിന്റെ നിർമ്മാണം വേഗത്തിലാക്കും. കോതമംഗലം ആധുനിക ക്രിമിറ്റോറിയത്തിന്റെ നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കും. കോതമംഗലത്ത് 7 കോടി രൂപ അനുവദിച്ച ടൗൺ ഹാളിന്റെയും MLA ആസ്തി വികസന ഫണ്ട് 2 കോടി രൂപ അനുവദിച്ചുള്ള പാലത്തിന്റെയും നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കുന്നതിനുള്ള നടപടി വേഗത്തിലാക്കും. കൂതത്താൻകെട്ട് മിനി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണം വേഗത്തിലാക്കും. ചേലാട് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്നും LDF നേതാക്കളായ R. അനിൽകുമാർ, PT ബെന്നി, ഷാജി മുഹമ്മദ്, KA ജോയി, AA അൻഷാദ്, റോണി മാത്യു, മനോജ് ഗോപി, തോമസ് തോമ്പ്രയിൽ, ഷാജി പീച്ചക്കര, ആന്റണി പുല്ലൻ, സാജൻ അമ്പാട്ട്, ബേബി പൗലോസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാട്ടിൽ നിന്ന് പുറത്തിറങ്ങി വന്ന് മനുഷ്യജീവനും അതോടൊപ്പം തന്നെ സ്വത്തിനും ഹാനികരമാകുന്ന പ്രവർത്തനങ്ങൾ, അത്തരത്തിലുള്ള ഇടപെടൽ നടത്തുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊന്നുകളയുക എന്നുള്ള സമീപനമാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്ന് എന്നുള്ളതാണ് കാണേണ്ടത്. അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഞങ്ങൾ മുന്നോട്ട് പോകും. അതോടൊപ്പം തന്നെ കോതമംഗലത്ത് രാജപാത ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. കോതമംഗലത്ത് ജനത ആവശ്യപ്പെടുന്ന ഒന്നാണ് രാജപാത. ആ രാജപാത കുട്ടമ്പുഴയിൽ നിന്ന് പൂയംകുട്ടിയിൽ നിന്ന് ആരംഭിച്ച് മൂന്നാറിലേക്ക് പോകേണ്ട രാജപാതയാണ്. പഴയ കാലത്ത് ഉണ്ടായിട്ടുള്ളതാണ്. 924 വെള്ളപ്പൊക്കത്തിനകത്താണ് ആ രാജപാത ഇടിഞ്ഞു പോയത്. പിന്നീടാണ് നേര്യമംഗലം പാത ഉണ്ടായത്. ആ രാജപാത പുനർനിർമ്മിക്കണം എന്നുള്ള ആവശ്യം അതിശക്തമായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട്. ആ രാജപാത പുനർനിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടലുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നും മുന്നിൽ തന്നെ നിൽക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ തങ്കളം കാക്കനാട് പാത കിഫ്ബി വഴി 256 കോടി രൂപ ഇപ്പോൾ വകയിരുത്തിയിരിക്കുകയാണ്. 2.5 കിലോമീറ്റർ ദൂരം ഏതാണ്ട് കോതമംഗലത്ത് തങ്കളം കാക്കനാട് പാതയുടെ പണി പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കോതമംഗലം മണ്ഡലത്തിനകത്ത് ഏതാണ്ട് 7.5 കിലോമീറ്റർ ദൂരമാണ് ഈ തങ്കളം കാക്കനാട് പാത കടന്നു പോകുന്നത്. മറ്റ് പ്രദേശങ്ങളിൽ അതിനുശേഷം മറ്റ് പല മണ്ഡലങ്ങളും എന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA-മാരുള്ള മണ്ഡലങ്ങളല്ല എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇത് കേരളത്തിന്റെ ഒരു പ്രോജക്റ്റ് എന്നുള്ള നിലയിലേക്ക് കൊണ്ടുവരണം എന്നാണ് കോതമംഗലത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് 256 കോടി രൂപ ഇപ്പോൾ കിഫ്ബി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനുവദിച്ചിട്ടുള്ളത്. പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി ഭൂമി മാറ്റിയെടുക്കാം എന്നുള്ള സർക്കാരിന്റെ പുതിയ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഇപ്പോൾ ചേലാട് സ്റ്റേഡിയത്തിന്റെ പണി ആരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാട് സ്വീകരിച്ചത്. കേന്ദ്ര ഏജൻസിയായിട്ടുള്ള കിറ്റ്കോ ആയിരുന്നു അത് ഏറ്റെടുത്തിരുന്നത്. അവരത്തരത്തിലുള്ള പണി ചെയ്യാൻ തയ്യാറാവാത്തതുകൊണ്ട് സ്പോർട്സ് കേരളയെ കൊണ്ട് അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കാൻ വേണ്ടി സ്പോർട്സ് കേരളയെ അതിന്റെ പണി ഏൽപ്പിച്ച് ഏതാണ്ട് അതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞിരിക്കുകയാണ്. CPM ജില്ലാ സെക്രട്ടറി S. സതീഷ് പ്രകടന പത്രികയുടെ പ്രകാശനം നടത്തി. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. പഠനത്തിനപ്പുറം ജീവിതം തൊട്ടറിയാം. ഭാവിയെ രൂപപ്പെടുത്തുന്ന അറിവിന്റെ തിരുമുറ്റം നിർമ്മല കോളേജ് മൂവാറ്റുപുഴ. റാങ്കുകളുടെ തിളക്കമാർന്ന പാരമ്പര്യം. NAC A++ മികവിന്റെ കരുത്തിൽ വിജയത്തിലേക്കുള്ള നിങ്ങളുടെ ഉറച്ച ചുവടുവെപ്പ്. ഇവിടെ സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട്. നിങ്ങളുടെ സർഗാത്മകതയെ ലോകത്തിന് മുന്നിലെത്തിക്കാൻ നിർമ്മല കൂടെയുണ്ട്. വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ.